കിടങ്ങൂർ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 117ാമത് വാർഷികവും അധ്യാപക രക്ഷകർതൃ ദിനവും യാത്രയയപ്പ് സമ്മേളനവും നടന്നു. കിടങ്ങൂർ സെന്റ് മേരീസ് പാരിഷ് ഹാളിൽ സ്കൂൾ മാനേജർ ഫാദർ ജോസ് നെടുങ്ങാടിന്റെ അധ്യക്ഷതയിൽ പാല അൽഫോൺസ കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ ജോഷി ജോൺ പുന്നത്താനത്തുകുന്നേൽ ഉദ്ഘാടനം ചെയ്തു. എൻ്റെ ഒരു വലിയ സന്തോഷം ഞാൻ ഇവിടെ ഇരുന്നപ്പോൾ എൻ്റെ രണ്ട് സൈഡിലും വളരെ പ്രഗത്ഭരായിട്ടുള്ള വിദ്യാഭ്യാസത്തിലെ വളരെ ഉന്നതമായിട്ടുള്ള സംഭാവനകൾ നൽകിയ രണ്ടുപേരുടെ അടുത്തിരിക്കുന്നതിൻ്റെ ഭാഗ്യമാണ്. പ്രിയപ്പെട്ട ജോസച്ചൻ, അതോ തോമസ് അച്ഛൻ എൻ്റെ 2 വർഷം സീനിയറായിട്ട് സെമിനാരിൽ പഠിച്ചതാണ്. മുല്ലപ്പൂമ്പടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ട് സൗകര്യം. അവരുടെ ഇടയ്ക്ക് ഇരിക്കാൻ കഴിഞ്ഞത് തന്നെ ഭാഗ്യം. നിങ്ങളെപ്പോലെ നല്ല ആൾക്കാരുടെ മുൻപിലിരിക്കാൻ കഴിഞ്ഞതെല്ലാം ഒരു ഭാഗ്യം. അതുകൊണ്ട് ഇന്നത്തെ ഒരു ദിവസത്തിൽ പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ള ഒരു കാര്യം ഇതാണ്. എനിക്ക് ആദ്യമേ തന്നെ ഞാൻ നിങ്ങളെല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു. പക്ഷേ എനിക്കറിയാം, ഞാൻ കഴിഞ്ഞ 21 വർഷമായിട്ട് പാല അൽഫോൺസ കോളേജിൽ പഠിപ്പിക്കാം. അപ്പോൾ ഞാൻ ഓർക്കാറുണ്ട്, ഏറ്റവും നല്ല കുട്ടികൾ വരുന്നത് ഈ കിടങ്ങൂർ സ്കൂളിൽ നിന്നാണ് എന്ന് പറയാൻ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഞാൻ പഠിപ്പിച്ച പല കുട്ടികളുമൊക്കെ ഇപ്പം നല്ല ഒരു ഫോർമേഷൻ ഉള്ള ഒരു സ്കൂളാണ്. ഹെഡ് മിസ്ട്രസ് ജയ തോമസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. കോട്ടയം അതിരൂപത കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസി ഓഫ് സ്കൂൾ സെക്രട്ടറി റവറന്റ് ഡോക്ടർ തോമസ് പുതിയകുന്നേൽ ഫോട്ടോ അനാച്ഛാദനം നിർവഹിച്ച് മുഖ്യപ്രഭാഷണം നടത്തി. കിടങ്ങൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തോമസ് മാളിയേക്കൽ ഉപഹാര സമർപ്പണം നിർവഹിച്ചു. പഞ്ചായത്ത് മെമ്പർ കുഞ്ഞുമോൾ ടോമി, PTA പ്രസിഡന്റ് ബോബി തോമസ്, സൗത്ത് ഏഷ്യൻ ഗെയിംസ് തായ്ക്കൊണ്ട സ്വർണ്ണ മെഡൽ ജേതാവ് കുമാരി മാർഗരറ്റ് മരിയ റെജി, HS സ്റ്റാഫ് സെക്രട്ടറി ഷിനോ സ്റ്റീഫൻ, സ്കൂൾ ചെയർമാൻ മാസ്റ്റർ ആൽഫിൻ AB എന്നിവർ സംസാരിച്ചു. സ്തുത്യർഹമായ സേവനത്തിന് ശേഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന സോജൻ KC, സുജ ജോസ്, ജസീന ആന്റണി, സജി ഫിലിപ്പ് എന്നിവർക്കാണ് യാത്രയയപ്പ് നൽകിയത്. MPTA പ്രസിഡന്റ് അജി സാബു, PTA വൈസ് പ്രസിഡന്റ് സുജി മൈക്കിൾ, സ്കൂൾ ലീഡർ മാസ്റ്റർ കെവിൻ ഫ്രാൻസിസ് എന്നിവർ സന്നിഹിതരായിരുന്നു. പ്രിൻസിപ്പാൾ ഷെല്ലി ജോസഫ് സ്വാഗതവും കൾച്ചറൽ പ്രോഗ്രാം കൺവീനർ ടിൻസി മേരി ജോസഫ് കൃതജ്ഞതയും പറഞ്ഞു. സ്കോളർഷിപ്പ് വിതരണവും കലാവിരുന്നും പരിപാടിയുടെ ഭാഗമായി നടന്നു. I4U ന്യൂസ്, ഏറ്റുമാനൂർ.